ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ എങ്ങനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ഫോളിക്സ് അല്ലെങ്കിൽ ഷാഫ്റ്റൊക്കെ ആരോഗ്യം, നല്ല ബലം, നല്ല സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ മുടിയുടെ ഒത്തിരി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതായത് മുടി കൊഴിച്ചല്, മുടിയുടെ അറ്റം വിണ്ടുപോകല്, മുടി വളരാതിരിക്കല്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ ഈ ഫോളിക്കിള് നല്ല സ്ട്രെങ്താക്കി വെച്ചിരിക്കുക എന്നുള്ളത്. ഈ ഫോളിക്കിൾ അടഞ്ഞു പോയാലുള്ള കുഴപ്പം എന്താണെന്നോ, പിന്നെ നമുക്ക് മുടി വളരില്ല. അതുകൊണ്ട് ഫോളിക്കിൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം, ക്ലീനായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ മുടി വളർച്ചയും മുടിക്ക് ആരോഗ്യവും മുടിയുടെ എല്ലാ സംരക്ഷണം, മുടി ഏറ്റവും ഭംഗിയായിട്ടിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടിപ്സായിട്ട് വന്നതാണ്. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഈ ഹെയർ ഫോളിക്കിളിൻ്റെ ആരോഗ്യം പോകുന്നത്, അടഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പം മെയിനായിട്ട് ഇങ്ങനെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അല്ലേ ആദ്യത്തത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകം കുറയുക, പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ സിങ്ക്, അതുപോലെ B7, അയൺ, അങ്ങനെ പിന്നെ പ്രോട്ടീൻ, ഇതെല്ലാം നന്നായിട്ട് അടങ്ങണം. അങ്ങനെ നല്ലൊരു ഹെൽത്തി ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. പ്രത്യേകിച്ച് ഇതൊക്കെ കാൽസ്യം, അയൺ, സിങ്ക്, വൈറ്റമിൻ B7, അതുപോലെ തന്നെ പ്രോട്ടീൻ എല്ലാം അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ ആദ്യത്തെ കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതാണ് ആദ്യത്തെ. അപ്പം നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക. രണ്ടാമതായിട്ട് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ഈ ഫോളിക്കിൾ അടയാനും ഫോളിക്കിളിൻ്റെ ആരോഗ്യം പോകുന്നതിനും എല്ലാം ഒരു കാരണമാകും കേട്ടോ. അപ്പം ഇത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഓരോ ഏജിലുണ്ടാവുന്നത്, പിന്നെ അതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേക സാഹചര്യത്തിലാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫുഡ് ക്രമീകരിക്കുകയും നമ്മൾ സ്കാൾപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ഷാഫ്റ്റിനൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയൊക്കെ ചെയ്യണം. പിന്നെ ഇതിലേറ്റവും നല്ലത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ നമ്മൾ സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ നമ്മൾ ഗ്രീൻ ടീ റിൻസ് ചെയ്യുന്നതും എല്ലാം ഈ ഹോർമോൺ ചേഞ്ചസ് മൂലമുള്ള ഫോളിക്കിളിൻ്റെ ആരോഗ്യക്കുറവ് പരിഹരിക്കുന്നതിന് നല്ല ഒരു റെമഡിയാണ് കേട്ടോ. അതാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത്, നമ്മൾ അധികമായിട്ട് മുടി ചൂടാക്കുക, ഹീറ്റ് കൂടുതൽ, ഹീറ്റ് സ്റ്റൈലിങ് അധികം ചെയ്യുമ്പോൾ ഇത് ഫോളിക്കിളിനെ ബാധിക്കും. നമ്മുടെ മുടിവേരുകൾക്ക് ബലക്ഷയം ഉണ്ടാവുന്നതിന് കൂടുതലായിട്ട് നമ്മൾ ഹീറ്റ് ഉപയോഗിക്കുക, അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം മുടിവേരുകൾക്ക് ബലക്ഷയം ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ ഫോളിക്കിൾ അടഞ്ഞു പോകുന്നതിനും എല്ലാം ഒരു കാരണമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഓവർ ഷാമ്പൂയിങ്, കൂടുതലായിട്ട് നമുക്ക് ചിലവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഷാമ്പൂ ചെയ്യും. പിന്നെ ഷാമ്പൂ ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ് അത് സ്കാൾപ്പിൽ നിന്ന് പോവില്ല, അത് കഴുകി കളയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വല്ലാത്തൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഷാമ്പു ചെയ്യുമ്പോൾ എപ്പോഴും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു വേണം വാങ്ങാൻ കേട്ടോ. അതുപോലെ കെരാറ്റിൻ ഷാമ്പു നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ കെരാറ്റിൻ ഷാമ്പു, സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഒക്കെ നമ്മൾ ഇച്ചിരി വില കൂടിയതാണ്, എങ്കിലും നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോളിക്കിള് അടഞ്ഞു പോകാതെയും ആരോഗ്യത്തോടുകൂടി മുടിവേരിഴകൾക്ക് ബലം കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു സെലക്ട് ചെയ്തിട്ടേക്കാം, കെരാറ്റിൻ ഷാമ്പു കേട്ടോ. അപ്പോൾ അതാണ് അതിനുള്ള പരിഹാരം. പിന്നെ അടുത്തതായിട്ട് ചിലരെ സംബന്ധിച്ച് കുളിക്കുന്നത് ചൂടുവെള്ളത്തിലാണ് അല്ലേ. ഇപ്പോൾ തണുപ്പുള്ള കൺട്രീസിലൊക്കെ പിന്നെ അവർക്കത് വേണമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് അവോയ്ഡ് ചെയ്യണം. ഒരു കാരണവശാലും ചൂടുവെള്ളത്തിൽ തല നനയ്ക്കരുത്. അതും നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടർ, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ക്ലോറിൻ വാട്ടർ ആണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും തലേന്നേ നിങ്ങളത് പിടിച്ച് വെച്ചിട്ട് വേണം
പിറ്റേന്ന് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കരിക്കട്ട നമ്മൾ ചാർക്കോളൊക്കെ ഉണ്ടല്ലോ, ഒരു കഷ്ണമൊക്കെ ഇട്ട് വെച്ചാലും ഈ ക്ലോറിൻ നമുക്ക് കളയാൻ സാധിക്കും. അപ്പം അങ്ങനെ ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും കാരണങ്ങളാണ്. പിന്നെ വേറൊന്നും പറഞ്ഞില്ല കേട്ടോ, സ്ട്രെസ്സ് അത് പറഞ്ഞില്ല. അപ്പം സ്ട്രെസ്സ് നമ്മുടെ എല്ലാ രോഗത്തിനും, മുടി കൊഴിച്ചില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പിന്നെ എല്ലാ അസുഖത്തിൻ്റെയും ഒരു കാരണം സ്ട്രെസ്സാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കുറയ്ക്കണം. അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ നിങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുറച്ച് റെമഡീസ് പറയാം. നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഷാഫ്റ്റും ഹെയർ ഫോളിക്കിൾസും ഒക്കെ ആരോഗ്യം ഉണ്ടാവാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഏറ്റവും നല്ലത് എഗ് പാക്കാണ്. പിന്നെ ഓയിൽ മസാജും. ഇത് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ചെയ്താൽ തന്നെയും ഈ വക പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കാരണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യല്ലേ, അപ്പം നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും. ആ കൂട്ടത്തിൽ നമ്മൾ എഗ് പാക്കും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും എല്ലാം പിന്നെ ഫോളിക്കിളിൽ ഇറങ്ങി നല്ല ബലം കിട്ടും. ഫോളിക്കിളിന് നല്ല സ്ട്രെങ്ത് ആവുന്നതിന് എഗ് പാക്ക് നല്ലതാണ്. അതിനായിട്ട് നമുക്ക് ഓയിൽ മസാജ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് ഒന്ന് ചൂടാക്കി സെക്ഷൻ തിരിച്ച് നന്നായിട്ട് സെക്ഷൻ തിരിച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മുട്ട എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് സെക്ഷൻ തിരിച്ച് ഓരോ സെക്ഷനിലും അപ്ലൈ ചെയ്ത് മുടി ചീവി തുമ്പ് വരെ ആക്കി ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാം. ഇത് ഏറ്റവും നല്ല ഒരു റെമഡിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്തത് ചെമ്പരത്തിപ്പൂവ്. അതിന് ധാരാളം അമിനോ ആസിഡ്സും വൈറ്റമിൻസും ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തി ഇലയും പൂവൊക്കെ ഇട്ട് നമുക്ക് താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് നല്ലൊരു റെമഡിയാണ്. പിന്നെ കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റും പ്രോട്ടീനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അത് മുടി നറിഷ് ചെയ്യുന്നതിന്, ആ ഈർപ്പം നിലനിർത്തുന്നതിനും സ്കാൾപ്പിലെ പിന്നെ എന്താ പറയുന്നത് ഡ്രൈനെസ് പോകുന്നതിനും എല്ലാത്തിനും കോക്കനട്ട് മിൽക്ക് നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് നമുക്ക് ആഴ്ചയിലൊരിക്കൽ മസാജ് ചെയ്ത് കൊടുക്കാം, ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെമ്പരത്തി പൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ചെമ്പരത്തി പൂവ് അരച്ച് അതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് നമുക്ക് പാക്ക് പോലെ ഇടാം. ഓക്കെ, സെക്ഷൻ തിരിച്ച് നമുക്ക് പിന്നെ എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യും. ഇതും വളരെ നല്ലതാണ്. ഷാഫ്റ്റിനും ഫോളിക്കിൾസിനും ഒക്കെ ബലം കിട്ടുന്നതിന് വളരെ നല്ലൊരു പാക്കാണ് കേട്ടോ. പിന്നെ ഉള്ള പാക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് ഉലുവ. തലേന്ന് നമുക്ക് വെള്ളത്തിലിടാം. തലേന്ന് വെള്ളത്തിലിട്ട് അത് കുതിർത്തതിന് ശേഷം അടുത്ത ദിവസം നന്നായിട്ട് അരച്ചെടുത്ത് സ്കാൾപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം. ഇതും ആഴ്ചയിലൊരിക്കൽ ചെയ്താൽ മതി, അല്ലാണ്ട് എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഉലുവ അരയ്ക്കണ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അലോവേറ ജെല്ല് ആഡ് ചെയ്യാം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യാം. ഇനി അതൊന്നുമില്ലെങ്കിൽ ഉലുവ തന്നെ നമുക്ക് പേസ്റ്റാക്കി സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ സ്കാൾപ്പിന് നല്ല തണുപ്പ് കിട്ടുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഫോളിക്കിളിൻ്റെ ആരോഗ്യത്തിനും ഷാഫ്റ്റിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ല ഒന്നാന്തരം റെമഡിയാണ് ഉലുവ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാക്ക് ഉണ്ടല്ലോ, ബനാന പ്ലസ് ഹണി. ബനാന നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഹണിയും കൂടെ ഒഴിച്ച് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാൻ കിട്ടും. ഇതും നല്ലൊരു പാക്കാണ്. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? നമ്മുടെ സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിന് ഹെയർ ഫോളിക്കിളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള റെമഡീസാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാം ആഴ്ചയിലൊരിക്കൽ കേട്ടോ, എല്ലാ ദിവസമൊന്നും വേണ്ട, നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.